ഇപ്പോ വന്നിരിക്കുന്ന ഈ ചാഞ്ചാട്ടം തന്നെ അടുത്ത നാളുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ട്രംപ് ശകലം താഴ്ന്നു വരുന്നു, അതല്ല ശകലം സമചിത്തത കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇറാനുമായിട്ട് ഒരു നീക്കുപോക്കിന് തയ്യാറാകുന്നത്. അതുപോലെ വെനസ്വേല, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ആക്രമിക്കുമെന്നാണ് അദ്ദേഹം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ അപ്പോൾ പിന്നെ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോൾ ചൈനയും റഷ്യയും ഇറാന്റെ ഭാഗം ചേർന്നു. അതുകൊണ്ടാണ് ഒരു സാവകാശം, അതായത് ഒരു സമചിത്തത ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം റഷ്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ടാണ് ട്രംപ് അവിടെ സ്വല്പം ഒന്ന് മുട്ടുമടക്കിയത്. അപ്പം അങ്ങനെ ആ മുട്ടുമടക്കിയ സാഹചര്യം തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വിലയിൽ അല്പം മാറ്റം വന്നിരിക്കുന്നത്. അല്പം കയറ്റിറക്കങ്ങൾ വരുന്നെങ്കിലും ഒരു സ്വല്പം കുറവുണ്ടാകും എന്ന പ്രതീക്ഷ നൽകുന്നത്. ഇത് ഇങ്ങനെ തന്നെ പോയാൽ നല്ലതാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഓർക്കണം, വ്യാപാര കമ്മി, നമ്മുടെ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ US ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന 50% താരിഫ് എന്ന് പറയുന്നത് ഒരു 15-20 അതിനിടയ്ക്കെങ്കിലും ആക്കി ചുരുക്കേണ്ടതാണ് ഇന്ത്യയുടെ ആവശ്യം. ആ ആവശ്യം നിറവേറ്റാൻ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടും, നമ്മുടെ രൂപയുടെ മൂല്യം പിന്നെയും ഇടിയും. അതൊക്കെ ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില വീണ്ടും കൂടാനുള്ള കാരണമായി തീരും. അതുപോലെ തന്നെയാണ് ചൈന ഒരുപാട് സ്വർണം വാങ്ങുന്ന ഒരു രാജ്യമാണ്. അവർക്ക് 500% ഇപ്പോൾ താരിഫ് കിടക്കുന്നത്. ആ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് US ഗവൺമെന്റ് ഇളവ് വരുത്തണം ചൈനയുമായിട്ട്. അങ്ങനെ ഈ പറയപ്പെട്ട താരിഫിൽ വേണ്ടത്ര രീതിയിൽ ഇളവ് വരുത്തിയാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില വീണ്ടും കുറയും. നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു 70,000-ലേക്കൊക്കെ സ്വർണത്തിന്റെ വില വന്നേക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹലോ, കേൾക്കാമോ മാം? കേൾക്കാം. ഓക്കെ. അപ്പോ അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഭരണത്തിൽ കൊണ്ടുപോയി സ്വർണം എന്ന് പറഞ്ഞ ആവശ്യത്തിലധികം നിക്ഷേപിക്കാതെ അവിടെ പണിക്കുറവും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നാം മുടക്കുന്ന മുതലിന്റെ ഒരു 30% കുറച്ചു മാത്രമേ നമുക്ക് പിന്നെ വിൽക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്വർണ ബോണ്ടുകളിലേക്ക്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ് സ്വർണ ബോണ്ടായി മകൾക്ക് കെട്ടിക്കുമ്പോൾ കൊടുത്താൽ അവർക്ക് ഏത് കാലത്തും ആ സ്വർണ ബോണ്ടുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റും അതിന്റെ വില കയറുന്നതനുസരിച്ച് ആ മൂല്യവും അവർക്ക് ലഭ്യമാകും. ഇതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ച് മകളെ കെട്ടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മകൻ വിവാഹം കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുത്തണം. അതല്ലാതെ നമ്മൾ സ്വർണം അതായത് ഗോൾഡ് പിന്നെ ട്രേഡ് എക്സ്ചേഞ്ച് വഴിയായിട്ട് മേടിച്ചാൽ അതിലും സ്വല്പം അപകട സാധ്യതകൾ ഉണ്ട്. കാരണം അത് ഗവൺമെന്റിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതല്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പിന്നെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സേഫ് ഒന്നുകിൽ സ്വർണ്ണ നാണയങ്ങളായി വാങ്ങി വെക്കുക, ചെറിയ മൂല്യമുള്ള നാണയങ്ങളും വലിയ മൂല്യമുള്ള നാണയങ്ങളും, അതായത് 1/4 പവൻ, 1/2 പവൻ, 1 പവൻ, 10 പവൻ ഇങ്ങനെ മേടിച്ചു വെക്കുക. അതല്ലെങ്കിൽ സ്വർണ്ണ ബോണ്ടിൽ വാങ്ങിക്കുക. ഇതൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. സ്വർണം തീർച്ചയായിട്ടും മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്പത്ത് തന്നെ, അതിന് സംശയമില്ല. പക്ഷേ ആ സമ്പത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് അതിൽ നിന്നുള്ള പ്രയോജനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.